കാഴ്ചകളും അവസരങ്ങളും ഒന്നുപോലെയാണ്. അവ രണ്ടാമത് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നില്ല. അത്തരത്തിൽ ഒരു ദൃശ്യവിസ്മയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹൃദയത്തിൽ തൊട്ടൊരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തോളൂ. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. തിറകളുടെയും തറികളുടെയും നാടായ കണ്ണൂർ ഇപ്പോൾ ഉത്സവ ലഹരിയുടെ ആഘോഷത്തിമർപ്പിലാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കാവുകളിലും ക്ഷേത്രങ്ങളിലും തെയ്യക്കാലവും ഉത്സവക്കാലവുമാണ്. ഓരോ ഉത്സവവും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അവിടങ്ങളിലെ ചടങ്ങുകൾ അതിലേറെ അതിശയിപ്പിക്കുന്നത്. ഇത്രയേറെ വൈവിധ്യമാർന്ന ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. ബന്ധുവായ കുഞ്ഞിക്കണ്ണേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ പൊയിലൂർ മുത്തപ്പൻ മടപ്പരയിൽ പോകാൻ തീരുമാനിച്ചത്. വെയിൽ കത്തിക്കാളുന്നുണ്ടായിരുന്നു. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കൈ നന്നായി വേദനിക്കുകയും പുകച്ചിലുണ്ടാവുകയും ചെയ്തു. സൂര്യാഘാതത്തിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. തൊലി ചുവന്നു വരുന്നുണ്ട്. ഏതായാലും മടിച്ചു നിൽക്കാതെ പോവുക തന്നെ എന്ന് തീരുമാനിച്ചു. അല്ലെങ്കിലും പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുമ്പോഴാണല്ലോ പൂർണ്ണതയും സൗന്ദര്യവും കൂടുക. കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്തിലാണ് പൊയിലൂർ ശ്രീ മുത്തപ്പൻ മടപ്പുര. കല്ലിക്കണ്ടി തൂവക്കുന്ന് വഴിയാണ് എൻ്റെ യാത്രാപഥം. പോകേണ്ടുന്ന വഴി 2-3 പ്രാവശ്യം മാറിപ്പോയി. പിന്നീട് പലരോടായി ചോദിച്ചുകൊണ്ടായി യാത്ര. രാത്രിയിലാണ് ഗംഭീര കലശങ്ങളും ചടങ്ങുകളുമെന്ന് കുഞ്ഞിക്കണ്ണേട്ടൻ പറഞ്ഞിരുന്നു. എന്നാൽ ഉറക്കമൊഴിയാൻ മടിയായതുകൊണ്ടാണ് പിറ്റേന്ന് പകൽ പോകാൻ തീരുമാനിച്ചത്. മടപ്പുരയ്ക്ക് ഏതാണ്ട് അടുത്തെത്തുമ്പോഴേക്കും ഭയങ്കര മുഴക്കത്തോടെ ഒരു ശബ്ദം കേൾക്കുന്നു. ഇതുവരെ കേൾക്കാത്ത മട്ടിലുള്ള ശബ്ദം. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോഴാണ് ഇത് ആയിരക്കണക്കിന് ആളുകളുടെ കണ്ടത്തിൽ നിന്നുയരുന്ന ശബ്ദമാണ് എന്ന് മനസ്സിലായത്. തലേന്ന് അവിടെ എത്തിച്ച 100 കണക്കിന് കലശങ്ങൾ തലയിലേന്തിയ കലശക്കാർ, അവരെ അനുഗമിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. ഞാൻ എത്തിയിരിക്കുന്നത് മടപ്പുരയിലല്ല, ഇതിനോടനുബന്ധിച്ചുള്ള കൊട്ടേരിച്ചി ഭഗവതി ക്ഷേത്രത്തിലാണ്. ക്ഷേത്രമുറ്റത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഭഗവതി ക്ഷേത്രം. ഓരോ കലശവും പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് കവുങ്ങിൻ പൂക്കുല കൊണ്ടാണ്. ഇതിനു പുറമെ ചിലതിൽ പൂമാലയും ചാർത്തിയിട്ടുണ്ട്. ഇത്രയധികം കവുങ്ങിൻ പൂക്കുല എവിടെ നിന്ന് കിട്ടുന്നു എന്ന അന്താളിപ്പിലാണ് ഞാൻ. ഈ കാഴ്ചയുടെ പൊലിമ എത്രയുണ്ടെന്ന് പറഞ്ഞു തരുവാൻ വാക്കുകൾ കൊണ്ട് ആവുകയില്ല. നേരിട്ട് കാണുക തന്നെ വേണം. ഭഗവതിയും അകമ്പടി കലശങ്ങളും 3 തവണ ക്ഷേത്രം വലം വയ്ക്കുന്നു. പിന്നീട് അടുത്തുള്ള മടപ്പുരയിലേക്ക് യാത്ര. ഇത് കാണേണ്ടത് തന്നെയാണ്. ഒരു 100 മഴവില്ല് ഒന്നായി വിരിഞ്ഞതുപോലെയുള്ള സൗന്ദര്യം. കൊട്ടേരിച്ചി ഭഗവതിയുടെ തിരുമുടി നല്ല വലിപ്പമുള്ളതാണ്. താങ്ങൊന്നുമില്ലാതെ അത് തലയിലേറ്റ് നടക്കുന്ന കോലക്കാരനെ നമിക്കുക തന്നെ വേണം. അല്ലെങ്കിലും ഒട്ടൊരു നേരത്തേക്ക് മനുഷ്യസാധ്യമല്ലാത്ത ഒരു ശക്തി ഇവരുടെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഘോഷയാത്ര മടപ്പുരയിലെത്തുമ്പോൾ അവിടെ സൂചി കുത്താൻ ഇടമില്ലാത്ത അത്രയും പുരുഷാരം. കലശക്കാർ ഇടതടവില്ലാതെ ഹൂങ്കാര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ നമ്മളും ഭക്തിയുടെ ഉത്തുംഗമായ ഒരു ഉന്മാദാവസ്ഥയിൽ എത്തിച്ചേരും. ഒരു മനുഷ്യ സുനാമി എന്നു തന്നെ പറയേണ്ടി വരും ഈ കാഴ്ച കാണുമ്പോൾ. തീവ്രമായ മുഴക്കത്തോടെ ഒരു വൻ ജനാവലി അണപൊട്ടി ഒഴുകി വരുന്ന കാഴ്ച അത് നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ്. വിശാലമായ വയൽപ്പരപ്പിൻ്റെ ഒരു വശത്ത് മുത്തപ്പൻ മടപ്പുര, മറുവശത്ത് നരിക്കോടുമല, പാഴമല എന്നീ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മലനിര. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ ഒരു പ്രദേശം. തലേന്ന് രാത്രി ഈ മലനിരയുടെ പശ്ചാത്തലത്തിൽ നടന്ന കരിമരുന്ന് പ്രകടനത്തിൻ്റെ ദൃശ്യം എത്ര ഗംഭീരമായിരിക്കുമെന്ന് ഞാൻ വെറുതെ സങ്കല്പിച്ചു നോക്കി.
ഒരു ക്ലാസിക് കാഴ്ചയായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മടപ്പുരയെ 3 തവണ ചുറ്റിയ ശേഷം കലശങ്ങൾ തൊട്ടടുത്ത പാടത്തേക്ക് ഇറങ്ങി. ഹോയ് ഹോയ് എന്ന വിളികൾ അതിൻ്റെ പാരമ്യതയിൽ എത്തുകയാണ്. ഭക്തിസാന്ദ്രതയുടെ ഈ പരകോടിയിൽ നമ്മുടെ കാലുകൾ നിലത്തുനിന്ന് ഒരല്പം ഉയർന്നു പോകുന്നുവോ എന്നൊരു സംശയം. പാടത്തേക്കിറങ്ങിയ കലശപ്പട ശരീരത്തിലേക്ക് എന്തോ ആവേശിച്ച പോലെ കലശത്തിലുള്ള പൂക്കളെല്ലാം പറിച്ച് ആകാശത്തേക്ക് എറിയുന്നു. പൂങ്കാര ശബ്ദം അതിൻ്റെ മൂർധന്യതയിൽ എത്തിയിരിക്കുന്നു. മടപ്പുരയിൽ വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനും തിരുമുടി അഴിച്ച കൊട്ടേരിച്ചു ഭഗവതിയും ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. മടപ്പുരയ്ക്ക് ചുറ്റും വൻമരങ്ങൾ ഈ പുരുഷാരത്തെ നോക്കി നിശബ്ദരായി അങ്ങനെ നിൽക്കുന്നു. മേലേരി കണക്കെ അവയുടെ ഇലകൾ ചുവന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.